ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ജിഗ്ഗൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു സൂപ്പർ കറിയാണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത്. സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ എല്ലാവരും കാണുക. നല്ല ടേസ്റ്റുള്ള നല്ലൊരു കറിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് തേങ്ങ അരച്ചുള്ളൊരു നാടൻ മത്തിക്കറിയാണ്. അതിനു മുൻപായിട്ട് മീൻ വൃത്തിയാക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ഞാനിന്ന് ആദ്യമേ തന്നെ കാണിക്കാൻ പോകുന്നത്. ആദ്യമേ തന്നെ ഞാനിവിടെ ഒരു മീൻ വെട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉൾഭാഗം എല്ലാം കളഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കൂ, ഇതാ ഈ സൈഡിലിരിക്കുന്ന ഈ കറുത്ത ഭാഗമില്ലേ, ഇത് എല്ലാവരും ഒന്നും പെട്ടെന്നൊന്നും ശ്രദ്ധിക്കില്ല കേട്ടോ. പെട്ടെന്ന് ഉൾഭാഗം കളഞ്ഞിട്ട് കഴുകിയെടുക്കുകയായിരിക്കും ചെയ്യാറുള്ളത്. ചിലർ കളയുമായിരിക്കും, പക്ഷേ എന്നാലും ഇതിൻ്റെ പ്രശ്നം എന്താണെന്നുള്ളത് ആർക്കും അറിയില്ല. ചില സമയങ്ങളിലൊക്കെ ചില മത്തി അല്ലെങ്കിൽ അയല ഇതൊക്കെ കൂട്ടി കഴിയുമ്പോൾ നമുക്ക് വയറിന് ചില ഗ്യാസ് ട്രബിൾ അല്ലെങ്കിൽ ചെറിയ വേദനകൾ അങ്ങനെയുള്ള അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുന്നത് ഇതുപോലുള്ള ഒരു അംശം ആ മീനിൽ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിനി ശ്രദ്ധിക്കുക മീൻ വൃത്തിയാക്കുമ്പോൾ. ചിലർ പറയാറുണ്ട്, എനിക്ക് അയല ഇഷ്ടമില്ല, അയല കൂട്ടിക്കഴിയുമ്പോൾ വയറിന് ഭയങ്കര ഗ്യാസാണ് അല്ലെങ്കിൽ വേദനയാണോ അസ്വസ്ഥതയാണോ. അതിൻ്റെ കാരണം ഇതാണ്. അപ്പോൾ നിങ്ങളിനി വൃത്തിയാക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് ഇത് കളഞ്ഞതിന് ശേഷം ഉപയോഗിക്കുക. ഇങ്ങനെ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വയറിന് ഒരു പ്രശ്നവും ഉണ്ടാകില്ല. ധൈര്യമായിട്ട് നിങ്ങൾക്ക് അയലയോ മത്തിയോ അങ്ങനെയുള്ള എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ മീനെല്ലാം വൃത്തിയായി കഴുകി വാരി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ട അരപ്പുകൂടി നമുക്ക് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് അരമുറി തേങ്ങ ചിരവിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി, നല്ല മുളകും കൂടി മിക്സായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്, അതുകൂടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്കൊരല്പം വെള്ളം കൂടി ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. നമ്മളൊരു മൺചട്ടിയിലാണ് നമ്മൾ മീൻ തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് ചട്ടി ചൂടായതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കടുക് കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കടുകെല്ലാം ഒന്ന് പൊട്ടി വരട്ടെ. കടുകെല്ലാം ഒന്ന് പൊട്ടി വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് 1 സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 1 സ്പൂൺ ഇഞ്ചി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 3 പച്ചമുളക് നടുവേ കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്തൊന്ന് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് അങ്ങ് മൂത്ത് പോകരുത്. ഇനി ഇതിലേക്കൊരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞത് കൂടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അര സ്പൂൺ ഉലുവപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉലുവ മുഴുവനെ ആണെങ്കിലും കടുക് പൊട്ടിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മാത്രം മതി. ഇനി നമുക്കൊരു വലിയ തക്കാളി കൂടി ഇതിലേക്ക് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് വഴറ്റിയിട്ട് ഒരു 2 മിനിറ്റ് നേരം വഴറ്റി കൊടുത്താൽ മാത്രം മതി. നേരത്തെ ഞാൻ 2 കുടംപുളി ഞാൻ ചെറു ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കതുകൂടി വെള്ളത്തോടു കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അരപ്പെല്ലാം ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. ഇതുപോലെ തയ്യാറാക്കി കഴിഞ്ഞാൽ ചോറിൻ്റെ കൂടെ മാത്രമല്ല, നല്ല കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാൻ, അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ, ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ, എല്ലാത്തിൻ്റെ കൂടെയും വളരെയധികം നല്ല ടേസ്റ്റുള്ളൊരു മീൻ കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. അപ്പോൾ നമ്മുടെ അരപ്പെല്ലാം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വൃത്തിയായിട്ട് കഴുകി വാരി വെച്ചിരിക്കുന്ന മീൻ കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിത് മീൻ മുഴുവനേ ഇട്ടിട്ടില്ല കേട്ടോ, ഞാൻ 2ആയിട്ട് മുറിച്ചാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഓരോന്നും നമുക്ക് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ, കാരണം നന്നായിട്ട് തിളച്ച് കിടക്കുന്നതായതുകൊണ്ട് മീനിട്ട് കഴിഞ്ഞാലൊരു 6-7 മിനിറ്റ് മതി നമുക്ക് ഈ മീൻ വേവിക്കാനായിട്ട്. മീനിട്ട് കഴിഞ്ഞാൽ അധികം ഇളക്കി കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്.
ഇനി നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെ കറി വെച്ചതിന് ശേഷം പുളിക്ക് വേണമെങ്കിൽ മാങ്ങ ഇട്ട് കൊടുക്കാം. അങ്ങനെ വേണേലും മീനും മാങ്ങയും ഇങ്ങനെ ഈ രൂപത്തിൽ നമുക്ക് കറി വയ്ക്കാം. ഇതിൻ്റെ കൂടെ ഞാനിപ്പം മാങ്ങ ചേർത്തിട്ടില്ല. വേണമെങ്കിൽ മാങ്ങ ചേർത്ത് കഴിഞ്ഞാൽ നല്ല മീനും മാങ്ങയും കറിയായി. അപ്പോൾ അരപ്പെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതൊരു 2 മിനിറ്റ് നേരം നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നല്ല മീനിൻ്റെ നല്ല മത്തിക്കറിയുടെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് നമുക്കൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. നമുക്ക് ഇളക്കരുത്. ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ദശയെല്ലാം വിട്ടു പോകും. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ച് മാത്രം കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ കടുക് വറുത്താണേലും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കടുക് വറുത്താണ് ഇട്ട് കൊടുക്കുന്നത്. അതാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉള്ളത്. അപ്പം ഞാനിവിടെ സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കുവാണ്. ഇനി നമുക്ക് കടുക് വറുത്തിട്ട് കൊടുക്കാം. ഒരു ചെറിയ നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കൊരു സ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും കുറച്ച് കറിവേപ്പിലയും ചെറിയ ഉള്ളിയും കൂടി നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. എപ്പോഴും മീൻകറിക്ക് കടുക് വറുക്കുമ്പോൾ നമ്മൾ കുറച്ച് അധികം ചെറിയ ഉള്ളി നമ്മൾ കടുക് വറുക്കാൻ എടുക്കണം കേട്ടോ. അപ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലുണ്ടാവുള്ളൂ. അതുപോലെ തന്നെ കറിവേപ്പിലയും ഉള്ളിയും ലാസ്റ്റ് കടുക് വറുക്കുകയാണെങ്കിൽ കുറച്ചധികം നമ്മളെടുക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഉള്ളിയെല്ലാം പകുതി മൂത്ത് വരുമ്പോഴത്തേക്കും തന്നെ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് ഉള്ളിയും കറിവേപ്പിലയും എല്ലാം കറക്റ്റ് പാകത്തിന് തന്നെ മൂത്ത് കിട്ടും. അപ്പോൾ ഞാനിവിടെ ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ചൂട് കൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിയും കറിവേപ്പിലയും എല്ലാം പാകത്തിന് ഓഫായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന മീൻ കറിയിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുത്താൽ മാത്രം മതി. കടുക് വറുത്തതും കൂടി ഒഴിച്ച് കൊടുത്തപ്പോൾ നല്ല സൂപ്പർ മണമാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നല്ലൊരു ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല സൂപ്പർ മീൻ കറിയാണ്. അപ്പോൾ ഉച്ചയ്ക്കും വൈകിട്ടും നിങ്ങളെപ്പോൾ വേണേലും നിങ്ങൾക്കിതുപോലെയൊക്കെ കറിയൊക്കെ വെച്ച് നല്ല മത്തി തേങ്ങ അരച്ച് വെച്ച കറിയൊക്കെ കൂട്ടി നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും തയ്യാറാക്കി നോക്കുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പ്ലീസ് റിക്വസ്റ്റ്. എൻ്റെ വീഡിയോയ്ക്കൊന്നും വ്യൂസ് കിട്ടുന്നില്ല. പ്ലീസ് ഹെൽപ്പ് മീ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.